വർക്കലയിൽ 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി 42കാരനായ അമ്മാവൻ അറസ്റ്റിൽ. ചില 80s ജനിച്ച ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ പുഴകളും കുളങ്ങളുമൊക്കെ ഭയങ്കര വൃത്തിയായിരുന്നു. നമ്മൾ 90s 20s ഒക്കെ ജനിച്ച ആളുകളാണ് ഇവിടുത്തെ പുഴകളും കുളങ്ങളുമൊക്കെ വൃത്തികേടാക്കിയത് എന്നുള്ളൊരു കാര്യം. ഞാൻ 90s ജനിച്ച ഒരാളാണ്. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാനിവിടെ അത്രയ്ക്ക് വൃത്തിയുള്ള കുളങ്ങളും പുഴകളും ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 20s ജനിച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് പറ. നിങ്ങളെ ചെറുപ്പകാലത്ത് ഒരുപാട് വൃത്തിയുള്ള കുളങ്ങളും പുഴകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടുത്തെ പുഴകളും കുളങ്ങളും ഒക്കെ അന്നേ ഈ 80s മാമന്മാർ തന്നെ വൃത്തികേടാക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ വേസ്റ്റ് ഇടുന്ന അതിനകത്ത് പ്രായ വ്യത്യാസമൊന്നുമില്ല, എല്ലാ പ്രായത്തിലുള്ളവരും വേസ്റ്റ് കൊണ്ട് തള്ളുന്നുണ്ട്. ഇനി ഈ ഒരു കാര്യത്തിലേക്ക് വരാം. 42കാരൻ ഏത് വർഷം ജനിച്ചായിരിക്കും എന്നൊന്ന് ഊഹിക്കാലോ. അവനാണ് ഈ തോന്നിവാസം കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ നടന്ന ഈ കൊച്ചുകുട്ടികളോട് ഈ വൃത്തികേട് കാണിക്കുന്നവന്മാരുടെ ഒരു കണക്കൊന്ന് നോക്കിക്കേ. അതിൽ ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു 40 വയസ്സിന് മേളിലുള്ളവന്മാരാണ്. 20ഉം 30നും ഇടയ്ക്കുള്ളവന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഡാഡി ഇല്ലാത്ത പരിപാടി ചെയ്യുന്നത് 40നും ഒരു 60നും പ്രായം ഇടയ്ക്കുള്ള ആളുകളാണ്. അവന്മാർക്കാണ് ഇത്രയും മൂത്തിരിക്കുന്നത്. ഈ പുന്നാര മക്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രയും മൂത്തിരിക്കുവാണെങ്കിൽ കാശ് കൊടുത്ത് എവിടെയെങ്കിലും പോവുക. എന്തിനാണ് ഈ പിള്ളേരോടൊക്കെ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? 60 വയസ്സിനിടയ്ക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, അതിൻ്റെ മേപ്പോട്ടുള്ള ചില കിളവന്മാരും ഉണ്ട് ഇവിടെ ഈ പരിപാടി കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിയമം സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നത്.